ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മാച്ചിനെ പറ്റിയാണ്. പിന്നെ ഗൈസ്, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക. പിന്നെ ഗൈസ്, ആദ്യമായി പറയാനുള്ളത് 70-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ലൂക്കാസിനെ പറ്റിയാണ്. കളിയുടെ 9-ാം മിനിറ്റിൽ ലൂക്കാസ് നടത്തിയ ഫ്രീ കിക്കിലൂടെ ചെന്നൈ ആദ്യ ഗോൾ അടിക്കേണ്ടതായിരുന്നു. എന്നാൽ പരിക്ക് കഴിഞ്ഞു വന്ന സച്ചിൻ സുരേഷിൻ്റെ മികച്ച സേവ് കാരണം ആ പ്രശ്നം അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. കളിയുടെ 13-ാം മിനിറ്റിൽ കോറോയുടെ കയ്യിൽ കിട്ടിയ പന്ത് ലൂണയിലേക്ക് കൊടുക്കുന്നു. ലൂണ ബോക്സിൻ്റെ സെൻറ്ററിലേക്ക് ഒരു പാസ്. നോവക്ക് ജസ്റ്റ് മിസ്സിലാണ് ആ ഗോൾ നഷ്ടപ്പെട്ടത്. ആ ഇൻസിഡൻറ്റിന് ശേഷം അടുത്ത ചാൻസ് 16-ാം മിനിറ്റിൽ സന്ദീപിന് കിട്ടിയ പന്ത് പോസ്റ്റിലേക്ക് ജിമിനസിന് കൊടുക്കുന്നു. ജിമിനസ് ഹെഡ് ചെയ്തെങ്കിലും അത് ക്രോസ് ബാർമ തട്ടി പുറത്തേക്കാണ് പോയത്. പിന്നെ 29-ാം മിനിറ്റിൽ നോവയുടെ ഒരു സോളോ റണ്ണിലൂടെ ഒരു ചാൻസ് കൂടി ഉണ്ടാക്കിയെങ്കിലും അത് വലിയ കാര്യമൊന്നും ആയില്ല. ഇങ്ങനെ ഓരോരോ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. പിന്നീട് ലൂണ നടത്തിയ ഒരു മുന്നേറ്റത്തിലൂടെ ജിമിനസ് ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ 69-ാം മിനിറ്റിൽ രാഹുൽ നടത്തിയ ഇൻ്റർസെപ്ഷനിലൂടെ ജിമിനസിലേക്ക് പന്ത് കിട്ടുന്നു. ജിമിനസിൽ നിന്ന് നോവയുടെ ഒരു കിഡിലിൻ ഗോൾ അവിടെ സ്കോറായി. പിന്നീട് 92-ാം മിനിറ്റിൽ നോവയ്ക്ക് കിട്ടിയ ഒരു ചാൻസിലൂടെ നോവ മുന്നേറുന്നു. നോവ ബോക്സിലെത്തിയപ്പോൾ അവിടെ നിന്ന് രാഹുലിലേക്ക് പന്ത് എത്തിക്കുന്നു. രാഹുൽ അവിടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. ആ ഇൻസിഡൻറ്റോടെ കളി അവസാനിക്കുന്നു. ഇനിയും പുതിയ റിപ്പോർട്ടുകളായിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.